ശബരിമല ക്ഷേത്രത്തിലെ ശാന്തിക്കാരനാണ് ആദ്യം നാശം റിപ്പോർട്ട് ചെയ്തത്. 18 പടികൾക്ക് മുകളിലെത്തിയപ്പോൾ ആ മനുഷ്യൻ ഭയാനകമായ കാഴ്ച കണ്ടു. ശ്രീകോവിൽ തകർന്നു. ക്ഷേത്രത്തിന്റെ ഏതാണ്ട് മുഴുവൻ ഭാഗവും കത്തി നശിച്ചു. ശാസ്താവിഗ്രഹത്തിന്റെ കാര്യമെടുത്താൽ അതിന്റെ തല ഛേദിക്കപ്പെട്ടു. ഇടതു കൈയും ഭഗവാന്റെ വിരലുകളും വിച്ഛേദിക്കപ്പെട്ട നിലയിൽ ചിതറിക്കിടക്കുകയായിരുന്നു. ശബരിമലയെക്കുറിച്ച് യുക്തിക്കോ യുക്തിചിന്തയ്ക്കോ നിരക്കാത്തതായി തോന്നുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് മകരവിളക്ക് ദിനത്തിൽ ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്ന മകരജ്യോതി എന്ന തിളക്കമുള്ള നക്ഷത്രം, അല്ലെങ്കിൽ തിരുവാഭരണം ഘോഷയാത്രയുടെ തുടക്കത്തിൽ പരാജയപ്പെടാതെ പ്രത്യക്ഷപ്പെടുന്ന ബ്രാഹ്മണ പട്ടം എന്നിവ ഉദാഹരണം. എന്നാൽ 1950 മെയ് മാസത്തിൽ കുന്നിൻപുറത്തെ ക്ഷേത്രം ഏതാണ്ട് പൂർണ്ണമായും നശിച്ച തീപിടുത്തത്തേക്കാൾ നിഗൂഢവും ബോധ്യപ്പെടുത്തുന്നതുമായ ഒരു ശബരിമല സംഭവമില്ല. അരനൂറ്റാണ്ടിലേറെ മുമ്പ് മൃഗങ്ങൾ നിറഞ്ഞ ഒരു ഇടതൂർന്ന വനത്തിന്റെ നടുവിലുള്ള ഒരു ഏകാന്ത ഘടനയായിരുന്നു ക്ഷേത്രം. ക്ഷേത്രത്തിന് ചുറ്റും കുറഞ്ഞത് 20 കിലോമീറ്ററെങ്കിലും ആൾപ്പാർപ്പുണ്ടായിരുന്നില്ല. സംഭവം നടന്ന ഏകദേശം ഒരു മാസത്തിന് ശേഷം ജൂൺ 20-ന് സ്ഥലം സന്ദർശിച്ച കൊല്ലം DSP ശ്രീകോവിലേക്ക് തുറക്കുന്ന പിച്ചള പൂശിയ വാതിലിൽ 15 അക്രമാസക്തമായ മുറിവുകൾ കണ്ടെത്തിയിരുന്നു. ഇത് നിർബന്ധിത പ്രവേശനത്തെ സൂചിപ്പിക്കുന്നു. പിത്തള പൂശിയ വാതിലിലെ അടയാളങ്ങൾ ശ്രീകോവിലിൽ ബലപ്രയോഗത്തിലൂടെ പ്രവേശിച്ചത് വിഗ്രഹം തകർക്കാൻ വേണ്ടിയാണെന്നും വാതിലിൽ മുറിവുകൾ വരുത്താൻ ഉപയോഗിച്ച ആയുധം തന്നെയാണ് വിഗ്രഹം തകർക്കാൻ ഉപയോഗിച്ചതെന്നും അനിഷേധ്യമായ നിഗമനത്തിലേക്ക് നയിക്കുന്നു. തീപിടുത്തം അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട പോലീസ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ K. കേശവമേനോൻ തന്റെ റിപ്പോർട്ടിൽ എഴുതി, കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ ഒരു കോടാലിയിൽ പിത്തളത്തിന്റെ അംശം ഉണ്ടായിരുന്നു. മോഷണം നടന്നിട്ടില്ലെന്ന് കണ്ടെത്തി. വെള്ളിയോ സ്വർണമോ മറ്റു ഉപകരണങ്ങളോ ഉൾപ്പെടെയുള്ളത് വിലപിടിപ്പുള്ള ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പുരോഹിതന്മാർ ആകസ്മികമായി ഉണ്ടായ തീ അണയ്ക്കാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞു. പ്രതിമാസ പൂജകൾക്ക് ശേഷം പൂജാരി ക്ഷേത്രമടച്ചപ്പോൾ സ്ഥലത്ത് ഭക്തർ ഉണ്ടായിരുന്നു. മെയ് 20-ന് ഉച്ചയ്ക്ക് പൂജാരിയുമായി പോയപ്പോൾ ക്ഷേത്രം കേടുകൂടാതെ ഇരുന്നതായി അവരെല്ലാം അന്വേഷണ സംഘത്തോട് പറഞ്ഞു. മനഃപൂർവ്വം നടത്തിയതാണ് നശീകരണ പ്രവർത്തനമെന്നും മനഃപൂർവ്വം നടത്തിയ തീവയ്പാണെന്നും തെളിയിക്കുന്ന തെളിവുകൾ ഉണ്ടായിരുന്നു. കവർച്ചാ ശ്രമത്തിനുള്ള സാധ്യത പോലീസ് സംഘം തള്ളിക്കളഞ്ഞു. തീയിട്ട പ്രവൃത്തി മനഃപൂർവ്വമാണെന്നും നന്നായി ആലോചിച്ച് നടപ്പിലാക്കിയതാണെന്നും പറഞ്ഞ പോലീസ് ഒരു ഹിന്ദു വിഭാഗവും ഈ കുറ്റകൃത്യം ചെയ്യാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞു. കുന്നിൻ ചുവട്ടിൽ താമസിക്കുന്നവരായതിനാൽ പ്രദേശവുമായി കൂടുതൽ പരിചിതരായിരുന്നു ക്രിസ്ത്യാനികളെന്ന് ചൂണ്ടിക്കാട്ടിയ പോലീസ് ഉദ്യോഗസ്ഥൻ ക്രിസ്ത്യാനികൾ അവരെ ശ്രദ്ധിക്കാതെ ഒരു ഹിന്ദു വിഭാഗത്തിനും മുകളിലേക്ക് പോകാൻ കഴിയില്ലായിരുന്നുവെന്നും പറഞ്ഞു. മറുവശത്ത് ക്രിസ്ത്യാനികൾക്ക് ഹിന്ദു ക്ഷേത്രങ്ങളോട് വിഗ്രഹങ്ങളോട് യാതൊരു ബഹുമാനവുമില്ലായിരുന്നു. സാഹചര്യ തെളിവുകൾ സമൂഹത്തിലേക്ക് വിരൽ ചൂണ്ടി. ശബരിമലയെ ചുറ്റിപ്പറ്റിയുള്ള പ്രദേശങ്ങൾ അഥവാ മാല ഹിന്ദുക്കൾ അയ്യപ്പന്റെ പൂന്തോട്ടമായി കണക്കാക്കിയിരുന്നതിനാൽ പ്രദേശത്തെ ക്രിസ്ത്യാനികൾ കാട്ടുപോത്ത് പോലുള്ള വന്യമൃഗങ്ങളെ വേട്ടയാടുന്നതിനെ അവർ എതിർത്തിരുന്നു എന്നതാണ് തീവെപ്പിനെ ക്രിസ്ത്യൻ ഗൂഢാലോചനയുമായി പോലീസ് കാണാൻ ഒരു കാരണം. മഹാത്മാഗാന്ധി എല്ലാ ജാതിക്കാരെയും ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ശബരിമലയിൽ ബ്രാഹ്മണർ താഴ്ന്ന ജാതിക്കാരുമായി തോളിൽ കോർക്കുന്നത് കണ്ടിരുന്നുവെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. സമ്പന്നരായ ക്രിസ്ത്യാനികൾ ദരിദ്രരായ ഹിന്ദുക്കളെ അവരുടെ മതത്തിലേക്ക് ആകർഷിക്കുന്നതിന് ഇതൊരു തടസ്സമായി പ്രവർത്തിച്ചിരുന്നു. ഇത്രയും വലിയ തോതിലുള്ള നാശം കൈവരിക്കാൻ കുറ്റവാളികൾ കുറഞ്ഞത് 5 മണിക്കൂറെങ്കിലും, അതും തുടർച്ചയായി പ്രവർത്തിച്ചിട്ടുണ്ടാകാം എന്ന് പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഒടുവിൽ ക്ഷേത്രത്തിലേക്കുള്ള രഹസ്യ വനപാതകളെക്കുറിച്ച് അറിവുള്ള 4 വേട്ടക്കാരുടെ സംഘങ്ങളിൽ സംശയം തീർന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയോ ഗെയിം അസോസിയേഷന്റെയോ ശ്രദ്ധയിൽപ്പെടാതെ ക്ഷേത്രത്തിലേക്ക് നുഴഞ്ഞു കയറാൻ കഴിയുന്ന ഒരേയൊരു സംഘമായിരുന്നു അവർ. എല്ലാ വേട്ടയാടൽ ഗ്രൂപ്പുകളെയും ചോദ്യം ചെയ്തു. അവരുടെ മൊഴികളിൽ പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. എന്നിട്ടും നിർണായകമായ തെളിവുകളൊന്നും ശേഖരിക്കാൻ കഴിഞ്ഞില്ല. തീവെപ്പിന് പ്രതികളിൽ ആരെയും പിടികൂടാൻ കഴിയാത്തതിന്റെ പ്രധാന കാരണങ്ങൾ: 1. കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്തത് ജൂലൈ 17-ന് മാത്രമാണ്. അപ്പോഴേക്കും മഴയിൽ കാൽപ്പാടുകൾ, വിരലടയാളങ്ങൾ തുടങ്ങിയ മിക്ക സൂചനകളും കഴുകിക്കളഞ്ഞിരുന്നു. 2. സംഭവ സ്ഥലത്ത് ആദ്യം എത്തിയത് പുരോഹിതനും സംഘവുമായിരുന്നു. അവർ ആവേശത്തിൽ എന്താണ് ചെയ്തതെന്നും ആവേശത്തിൽ എന്താണ് കണ്ടതെന്നും പിന്നീട് ഉചിതമായി വിവരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. 3. കേസ് ഏറ്റെടുക്കാൻ കേശവമേനോട് ആവശ്യപ്പെട്ടത് സെപ്റ്റംബർ 8-ന് മാത്രമാണ്. അതായത് നാശം ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട് ഏകദേശം 3 മാസത്തിന് ശേഷം. അപ്പോഴേക്കും മുൻ അന്വേഷണം സംശയാസ്പദമായി സംശയിക്കപ്പെടുന്നവർക്ക് മുന്നറിയിപ്പ് നൽകി. അവർക്ക് അടിസ്ഥാനരഹിതമായ തെളിവുകൾ കണ്ടെത്താൻ സമയം നൽകി. അങ്ങനെ ശബരിമല തീവയ്പ് കേസ് എങ്ങും എത്താതെ പോയി.